സോണി ലിവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദി വെബ് സീരീസാണ് കൻ കച്ചൂറ. ഈ സീരീസ് ഒരു ഇസ്രായേലി TV സീരീസിൻ്റെ ഒരു ഹിന്ദി അഡാപ്റ്റേഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ലോക്കലൈസേഷൻ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചന്ദൻ അറോറയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ റോഷൻ മാത്യു ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ആശു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റോഷൻ. എനിക്ക് റോഷൻ്റെ ആക്ടിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. റോഷനെ എപ്പോൾ കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് റോഷൻ്റെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ റോഷൻ്റെ ലാംഗ്വേജ് സ്കിൽസൊക്കെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ആക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു ആക്ടർ പോലെയാണ് എനിക്ക് റോഷൻ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് ബിയോണ്ടും വേണമെങ്കിൽ പോകാനൊക്കെ കഴിവുള്ള ഒരു നടനാണ്. അപ്പോൾ മലയാളത്തിൽ എത്രമാത്രം റോഷൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വളരെയധികം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ് റോഷൻ മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇതിൽ വളരെയധികം ഡാർക്ക് സൈഡ്സ് ഉള്ള ഒരുപാട് സൈക്കോളജിക്കൽ ലേയേഴ്സ് ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ മെനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എന്നാൽ ഉള്ളിൽ കുറച്ച് പെയിൻസൊക്കെ ഉള്ള ഇതുപോലെ ഇങ്ങനെ ഒരു മൾട്ടി ലേയേഴ്സ് ഓഫ് ഒരു മൾട്ടി ലേയേഴ്സിലുള്ള ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് റോഷൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ റോഷൻ്റെ കോംബോ ആയിട്ട് വരുന്നത് മോഹിത് റെയ്നയാണ്. നന്നായിട്ട് ഇവരുടെ കോംബോ നല്ല രീതിയിലാണ് സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സപ്ലോട്ടായിട്ടൊരു ഫാമിലി ഡ്രാമയുണ്ട്, ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, അതായത് കൺവിക്സിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചില ഇൻട്രോഗേഷൻ മെത്തേഡ്സൊക്കെ ഇതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സീരീസ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ഇമോഷണലി കണക്ട് ചെയ്യപ്പെടണം എന്നുള്ള ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡ് ഒരു ഹാർഡ്ലി 30 മിനിറ്റ്സേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഈ സീരീസിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം ഒരു 6 എപ്പിസോഡ്സിലൊക്കെ ഈ വെബ് സീരീസ് നിർത്തായിരുന്നു. 8 എപ്പിസോഡ്സ് ഡ്രാഗ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോകും കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൽ അങ്ങനെ ഫീമെയിൽ ലീഡ്സ് ക്യാരക്ടേഴ്സിനൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നാലും ഇതിൽ സാറ ജെയിനുണ്ട്, അതുപോലെ നമ്മുടെ പിന്നെ ട്രിനേത്ര അറിയാലോ, ട്രാൻസ്ജെൻഡറായിട്ട് മെയ്ഡ് ഇൻ ഹെവനിലൊക്കെ അഭിനയിച്ചില്ല. എനിക്ക് അവരുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടം. അവരുണ്ട് എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല രീതിയിലാട്ടോ അവരുടെ റോൾസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ കുറച്ച് കുറവായിട്ടാണ് കണ്ടത്. പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, തീർച്ചയായിട്ടും ഇത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സീരീസാണ്. അതുകൊണ്ട് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി കണ്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.